ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരാനായിട്ട് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അതോടൊപ്പം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് മെസ്സേജ് കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ എനർജിയിലേക്ക് എല്ലാവിധ കാര്യങ്ങളും അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നെഗറ്റിവിറ്റിയെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം. 4 of Cups, 7 of Wands, Strength, Ace of Swords, 3 of Cups, 8 of Wands, 5 of Swords, 5 of Wands, 3 of Swords, 2 of Wands, Page of Cups, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. High Priestess, Page of Wands. Two of Cups, 9 of Swords, Justice, 10 of Swords, the Moon Energy. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഴ്സ് ആണ്. നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് കയറി വന്നിരിക്കുന്നത് വൈകാരികപരമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ലോസ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ, അതിപ്പോ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലവേഴ്സോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ മക്കളോ അച്ഛനോ അമ്മയോ എന്താണോ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്ന ഒരു സ്നേഹബന്ധത്തിൽ തകർച്ച സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചതിയിൽ അകപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ ചതിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചടി ലഭിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ നിങ്ങളിപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിലേക്കൊന്നും പോലും ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കരമായ ഒരു ഡിപ്രഷൻ അവസ്ഥയായിരിക്കാം ഫേസ് ചെയ്യുന്നത്. യൂണിവേഴ്സുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിൽക്കുന്നവരാണ് കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു എവിടേക്കോ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട്, ഇപ്പൊ എബ്രോഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് അതിനൊക്കെ തടസ്സങ്ങൾ വന്നിട്ട് ആ ഒരു രീതിയിലേക്കൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് വാണ്ട് എനർജി വന്നിരിക്കുന്നതുകൊണ്ട്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. ആവശ്യത്തിനും ചിന്തിച്ചു കൂട്ടും, അനാവശ്യമായിട്ടും ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായിട്ട് എനർജീനെ കൊണ്ടുവന്ന് ലോസ് ആക്കുക. അപ്പൊ ആ ഒരു എനർജി ലോസിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ആദ്യമേ തന്നെ പറയാം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ആവാൻ പോകുന്നത്, അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത് നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ, അതായത് സമീപ ഭാവിയിൽ തന്നെ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊരു സെൽഫ് ലവിലേക്ക് വരേണ്ടവരാണ്. സ്ട്രെങ്ത് എനർജി ഇവിടെ കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രാധാന്യം നിങ്ങളെക്കാൾ കൂടുതൽ കൊടുക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ പകുതി വരെ. ബാക്കി പകുതി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിനെ ഇൻക്രീസ് ചെയ്യണം. എപ്പോൾ മുതലാണോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നത്
അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് തന്നെ ഒരു വില കൊടുക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ മുതലാണ് ആരൊക്കെയാണോ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. അതിപ്പോ സമ്പത്താണെന്നുണ്ടെങ്കിലും വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങുന്നത് അപ്പോൾ മുതലാണ്. നിങ്ങളിപ്പോ ആ ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകിയിട്ടില്ല, നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വിലയും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ നൽകുന്നുണ്ടോ? സ്വയം നിങ്ങൾക്ക് നിങ്ങളൊരു വില കൽപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്വയം തന്നെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ രീതിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് സ്വയം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതാണ്. അതാണ് നിങ്ങൾക്കായിട്ട് ആദ്യമേ തന്നെ ഇവിടെ ഗൈഡൻസ് വന്നിരിക്കുന്നത്. സ്വന്തം എനർജീനെ ഇൻക്രീസ് ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും എന്തൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് വൈകാരികപരമായിട്ട് നിങ്ങളുടെ ചുറ്റിനും ഇപ്പൊ ആരൊക്കെ ഉണ്ടെങ്കിലും, മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ഏതോ ഒരു വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ്. അത് ചിലപ്പോൾ സ്നേഹബന്ധമായിരിക്കാം, നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തിയായിരിക്കാം, സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയവരായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കം വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അത് ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഒരു മീറ്റ് ആയിട്ടായിരിക്കാം. ആ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ തലത്തിൽ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നീതി നിലനിർത്താനായിട്ട് ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്നു. എവിടെയാണോ അവർ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയത്, എവിടെയാണോ നിങ്ങൾ വേദനിച്ച് ഒറ്റപ്പെട്ട് നിന്നത്, അതേ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. 3 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു സമയത്ത് അനുഭവിച്ചിരിക്കുന്ന അതേ വേദന നിങ്ങളുടെ വ്യക്തിയിലും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിന് ഇനിയെങ്കിലും ഒരു അവസാനം വേണം എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും, ഇപ്പൊ റിസ്ക് എന്ന് പറയാൻ കാരണം ചിലവരുടെ കാര്യത്തിൽ ഒരുപാട് സിറ്റുവേഷൻ ബേസ് ചെയ്തുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ വ്യക്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് നിങ്ങൾ സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണ് അർഹമായ ആ ഒരു സ്നേഹം നൽകി നിങ്ങളുടെ പാർട്ട്ണർ തന്നെ, 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകാരികപരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ലൈഫ് പാർട്ട്ണർ വേണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. ഒരു മാരേജ് ലൈഫ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അർഹമായ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. എല്ലാ രീതിക്കും ഒരു പുതിയ ബന്ധത്തിന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ പെട്ടെന്ന് തന്നെ. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തോ കാര്യങ്ങളോ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇതുവരെ വേദനിച്ച ആ ഒരു അവസ്ഥകൾക്കെല്ലാം ഒരു പര്യവസാനമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആ ഒരു വേദനിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എല്ലാം സമർപ്പിച്ചവരാണ്. ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നും പറയാതെ സ്വയം വേദനകൾ കടിച്ചമർത്തി മുന്നോട്ടേക്ക് വന്നൊരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ആകെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കേഴ്സ് ആണ്, നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരു പേഴ്സൺ. പക്ഷേ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിലേക്ക് എല്ലാം സറണ്ടർ ചെയ്ത് നിങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി, അത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. എത്ര ഓവർ തിങ്കിങ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വേദനിക്കുന്ന അവസ്ഥയിലും ഫുള്ള് നെഗറ്റിവിറ്റി കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്തും പ്രതീക്ഷയുടെ ഒരു വെള്ളരിപ്രാവ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എനർജി, നിങ്ങൾ എവിടെയോ ഒരു ഹോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആ ഒരു ഹോപ്പ് തന്നെയാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കാനുള്ള കാരണം. കാരണം നിങ്ങൾക്ക് ഇതൊരു നീതി ലഭിക്കേണ്ട സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ള പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട്.
അർഹതപ്പെട്ട ആ ഒരു സ്നേഹവും അർഹതയോട് കൂടിയ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്തും വീണ്ടെടുത്തുകൊണ്ട് എല്ലാ രീതിക്കും വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ചിലവരെ സംബന്ധിച്ചിട്ട് നിങ്ങളൊരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ പോകാൻ നോക്കി ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു പോകാനായിട്ട് സാധിച്ചില്ല, ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടൊക്കെ. അത് ചിലപ്പോൾ എബ്രോഡിലേക്കായിരിക്കാം. ഇനി എബ്രോഡ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്കൊക്കെ വരാനായിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ കടന്നു വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു കംഫർട്ട് സോൺ കീപ്പ് ചെയ്യുന്ന പേഴ്സൺ ആണ്. എപ്പോഴും നിങ്ങളുടേതായ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ കാര്യങ്ങളൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറത്തേക്ക് എടുക്കുന്നില്ല. നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോഴും നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കംഫർട്ട് സോണിൽ വിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. നിങ്ങളുടെ കഴിവുകളെ എല്ലാം നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിക്ക് നിങ്ങളുടെ കഴിവൊക്കെ നിങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അതിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെയാണ്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒറ്റപ്പെടലാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ ആരോടും ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലവരെ സംബന്ധിച്ച് ഒറ്റപ്പെടൽ തന്നെ ആയിരിക്കാം. മറ്റു ചിലവർക്ക് നിങ്ങളുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു അകൽച്ച പാലിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു ട്രോമ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത്രത്തോളം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. വിശ്വാസവഞ്ചന, നിങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കില്ല, ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃത്തോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. കിങ് ഓഫ് സോൾസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ, ബുദ്ധി എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിയായിട്ടുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തിരുന്ന ഒരു വ്യക്തികളാണ്. പക്ഷേ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ്സ് ഒക്കെ വന്നപ്പോൾ അതെല്ലാം നിങ്ങളിൽ അസ്തമിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവുകളെ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം ഒതുക്കി നിർത്താതെ പുറത്തേക്ക് കൊണ്ടുവരിക. കാരണം ഇത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ ആ ഒരു നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു റീബർത്ത് ആണ്, ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാൻ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ നടത്തി അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഇതുവരെ ഒരു ജഗ്ലിംഗ് എനർജി ആയിരുന്നു, ഒരു ആടി ഉലയുന്ന ഒരു അവസ്ഥ, വിജയകരമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്ന ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് പെന്റക്കിൾസും അതുപോലെ ക്യൂൻ ഓഫ് പെന്റക്കിൾസും ആണ്. ഒരു സാമ്പത്തിക ഉയർച്ച കൈവരിക്കാൻ പോകുന്നു. അതുപോലെ ജോലി, നിങ്ങൾ ഒരു അർഹതപ്പെട്ട ജോലിക്ക് അർഹനായിരിക്കുന്നു അല്ലെങ്കിൽ അർഹയായിരിക്കുന്നു. നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടല്ല നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ജോലിയിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച കൈവരിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ആടിയുലച്ചിലുകള് കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റം വരാനായിട്ട് പോകുന്ന എനർജിയാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ. ഇതുവരെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിന്നവരാണ്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ദുഃഖവും പേറി മുന്നോട്ടേക്ക് പോയ ഒരു അവസാനം, അല്ല ആ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോയവര്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ആണ്. ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും ലാസ്റ്റ് സ്റ്റേജിലൂടെ പോകുന്നവരാണ്. ഈ ലാസ്റ്റ് സ്റ്റേജിലൂടെ പോകുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർമേഷന്റെ ലാസ്റ്റ് സ്റ്റേജിലായതുകൊണ്ട് എങ്ങു നിന്നോ ഇല്ലാത്തൊരു സന്തോഷം വരിക, അല്ലെങ്കിൽ എവിടെയോ ഒരു ഹോപ്പ് നിങ്ങൾക്ക് സ്വയം തോന്നുക, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരാനായിട്ട് പോവുകയാണെന്ന് സ്വയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നവരാണ്. മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനായിട്ട് നിങ്ങളിൽ പലർക്കും സാധിക്കും. അതിപ്പോ ചില കാര്യങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ലൈഫിലെ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ എന്താണെന്നുണ്ടെങ്കിലും മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിംഗ് ഉള്ള പേഴ്സൺസ് ആണ്.
നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഒക്കെ വന്നത്. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ബാഡ് കർമാസ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ചു. ഇത് നിങ്ങളുടെ ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതാണ് നീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന വേദനകൾ നിങ്ങൾ ആരൊക്കെയാണോ മാറ്റി നിർത്തിയത്, നിങ്ങളുടെ ലൈഫിൽ നിന്നും അവഗണിച്ച് മാറ്റി നിർത്തിയത് ആരൊക്കെയാണ് എന്നുണ്ടെങ്കിലും അതേ വ്യക്തികൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്കൊരു പരിഗണന നൽകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അത്രത്തോളം ഒന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അവരൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നോ ക്ഷമാപണം നടത്തണമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു നീതി കിട്ടണം എന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. എവിടെയാണോ നിങ്ങൾ വേദനിച്ചത് അതാണ് കർമ്മ. എവിടെയാണോ നിങ്ങൾ വേദനിച്ചത് ആ ഒരു സ്ഥലത്ത് ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിലീഫ് ലഭിക്കും. അത് നിങ്ങൾ പോലും അറിയാതെ. അതാണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെ അവഗണിച്ച് അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിങ്ങൾ തിളങ്ങാനായിട്ട് പോവുകയാണ്. എല്ലാ രീതിക്കും എല്ലാ അർഹതപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തും, മറ്റെങ്ങോട്ടും പോവില്ല. ഇപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും സമ്പത്തോ കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണോ, നിങ്ങൾക്കൊരു ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്തിട്ട് അവർ തിരിച്ചു തരാതെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു വ്യക്തികളായിട്ട് തന്നെ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ആ ഒരു അർഹതപ്പെട്ട പണം നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയവര് നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണിത്. കാരണം അവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് കുറ്റബോധമാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ്, ചതിച്ചു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു കുറ്റബോധവും പേറിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ സാമ്പത്തിക കാര്യത്തിൽ ചതിച്ചു പോയവരാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായൊരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്നും അവർക്ക് സ്വയം ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ഘടന വേണം എന്ന് ആഗ്രഹിച്ചും അവരിപ്പോ ആ ഒരു വെളിച്ചം തേടിയിട്ടുള്ള യാത്രയിലാണ്. ജീവിതമാകുന്ന പാഠങ്ങൾ വളരെ വലിയ രീതിക്ക് അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ഇതുവരെ ആ ഒരു വെളിച്ചം തേടി അല്ലെങ്കിൽ ആ ഒരു സമാധാനം തേടിയാണ് നിങ്ങൾ അലഞ്ഞുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം നിങ്ങളുടെ കൺമുന്നിലേക്ക് തന്നെ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം. അതിവിടെ മെയിൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ ഭയങ്കര ലോസ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും 9 ഓഫ് സോൾസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ അതുപോലെ തന്നെ മൂൺ എനർജി വന്നിട്ടുണ്ട്, 3 ഓഫ് സോൾസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 5 ഓഫ് സോൾസ്. ഇതെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് അവസ്ഥയിൽ നിൽക്കുന്ന കാർഡുകളാണ്. അപ്പൊ നിങ്ങളുടെ എനർജി കുറച്ച് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ വരണം. അതിന് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് എല്ലാ രീതിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾ ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾ എല്ലാ രീതിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എനർജീനെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ജോലിയൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയിലേക്കൊക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്വന്തം ഫിസിക്കൽ അപ്പിയറൻസ് നന്നായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി വരുന്ന ആ ഒരു എനർജി വേരിയേഷൻ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ. ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചു കൊണ്ടുവരിക. യൂണിവേഴ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് അടുക്കുക. അതുപോലെ മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചക്ര മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. അതിലൂടെ നിങ്ങളുടെ ആ ഒരു സൈക്കിൾ ചക്രയാണെങ്കിലും ഹേർട്ട് ചക്രയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മാറ്റങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാണ്. നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ ഇരിക്കുന്ന വ്യക്തികളെയാണ് കൂടുതലായിട്ട് ഈ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ ഒരു ജഗ്ലിംഗ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ പകുതി വെച്ച് അത് ബ്രേക്ക് ആയി പോയ പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്ന ഒരു അവസ്ഥയാണിത്.
അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകണം. നിങ്ങളാണ് എല്ലാ രീതിക്കും അവരുടെ ലൈഫിൽ അർഹതപ്പെട്ടവർ എന്നുള്ളത് റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. വളരെ പാഷനേറ്റോട് കൂടി തന്നെയാണ് അവരിപ്പോൾ നിങ്ങളെ നോക്കി കാണുന്നത്. നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്ന് അവരും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ അവര് കാരണം ഇത്രയും വേദനകളിലൂടെ കടന്നു പോയത് ഓർത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഒരു കർമ്മ അത് അവരിപ്പോ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് കാണാൻ നമുക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഓർമ്മകൾ ബാക്കിലേക്ക് പോയിരിക്കുന്നതാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവരിപ്പോ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി അവരെ അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജിനെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ്, നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, വൈകാരികപരമായ എനർജിയാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ 8 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ദൂരദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ട് മാത്രമൊന്നും ആയിരിക്കില്ല. നിങ്ങൾ എവിടേക്കെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ ഒരു തടസ്സങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആ വന്നിരിക്കുന്നത്. ആ ഒരു യൂണിവേഴ്സൽ പവറിന്റെ ബ്ലെസ്സിംഗ് ആണ്. അത് നിങ്ങൾ അനുഭവയോഗ്യമാക്കാനായിട്ട് പോവുകയാണ്. വളരെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജിയിൽ ഓൾറെഡി ഒരു ഗൈഡൻസ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ തന്നെ വന്നിരിക്കുന്നത് പറഞ്ഞു. അതോടൊപ്പം ഏഞ്ചൽസ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഗൈഡൻസ് മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം. Listen to your intuition. Yes. Success. Let go. No need to worry. The situation will improve. Improving health. It's up to you. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് റിമെയിൻ പോസിറ്റീവ് ആണ്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നമ്മൾ ഈ ഒരു റീഡിംഗ് എടുത്തിരുന്നപ്പോൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്നത് അനുസരിച്ച് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. ഇറ്റ്സ് അപ് ടു യു. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ട് പോകുന്നത്. അതിനാദ്യം നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ലെറ്റ് ഗോ ആ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ഇംപ്രൂവിങ് ഹെൽത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല. എല്ലാ രീതിയിലും നിങ്ങളൊരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളിലൊന്നും നിൽക്കാതെ ആ ഒരു സിറ്റുവേഷനെ എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തുക. യെസ് ആൻഡ് സക്സസ് ആണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ്, ഒരു സന്തോഷം കടന്നു വരാൻ പോവുകയാണ്. നോ നീഡ് ടു വറി ആണ്. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായ ഒരു സ്ട്രഗിളിങ്ങിലൂടെയാണോ മുന്നോട്ടേക്ക് പോകുന്നത്? വിഷമിക്കേണ്ടത്, സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ലൈഫിലെ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനങ്ങളും തീർച്ചയായിട്ടും കടന്നു വരും. റിമെയിൻ പോസിറ്റീവ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത്രയും ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ എവിടെയോ ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതേ പോസിറ്റീവ് എനർജിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പൊക്കോളൂ. ആസ്ക് യുവർ ഏഞ്ചൽസ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇറ്റ്സ് അപ് ടു യു ആണ്. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻക്രീസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഡൗൺ സ്റ്റേജിൽ ഇരിക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് കണക്ട് ആവാൻ പോകുന്നത്. അപ്പൊ ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നെഗറ്റിവിറ്റിനെയാണ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്.
ആ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെൽത്തിലേക്ക് നിങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ പോസിറ്റീവായ എനർജീസും നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ കണക്ട് ചെയ്തു വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ്. അപ്പൊ ഈ ഒരു റീഡിങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് എനർജിയും കറന്റ് സിറ്റുവേഷനും വെച്ചിട്ട് ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ റെസനേറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ ഒരു എനർജീനെ അട്രാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരും പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നമുക്ക് നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.